ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇക്കൊല്ലം നമുക്ക് 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അല്ലേ കുഞ്ഞാ? അല്ലേ? നീ വന്നിട്ട് കൊറേ കൊല്ലായി പോലെ തോന്നുന്നു. ഞാൻ വന്നിട്ട് കൊറേ കൊല്ലായി പോലെ തോന്നുന്നു. ആണോ ചേച്ചി? ശരിക്കും വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നാളെയാണ്. ഇന്ന് നമ്മള് തലേദിവസം രാത്രി ഈവനിങ് ടൈമാണ് ഇപ്പം. അപ്പം കല്യാണം കഴിഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പൊ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോഴി നമുക്കുണ്ടല്ലോ, നമ്മൾ കുറെ കോഴിക്കുഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം കുറച്ച് കോഴിക്കുഞ്ഞിനെ നമ്മുടെ ആന്റിയുടെ അടുത്തേക്ക് കൊടുക്കുവാണ് കേട്ടോ. കോഴിനെ വിടരുത് കേട്ടോ. ഇതെങ്ങാനും വിട്ടാ നിനക്ക് ടെഡിയായിരിക്കും. കൊത്താൻ നോക്കണം കേട്ടോ. ആ വിട്ടില്ല. ആ കയറ് കെട്ടിട്ടേക്കാണോ? നോക്കണേ. അങ്ങനെ പിടിക്കില്ലേ? പിടിക്ക് നീ മറ്റേ മോളേന്നാണ് വിളിക്കണ്ടേ? അയ്യോ, കയ്യെ ചവിട്ടിട്ട് പോയി. പിടിക്ക് എന്റെ ഇച്ചനെ ചവിട്ടി പോയി പട്ടീന്ന്. ഇത് താറാവിനെ പോലെ ഉണ്ടല്ലോ. ഒന്ന് താറാവിനെ വിളിക്കാം. അങ്ങനെ നീണ്ട പരിശ്രമത്തിന് അതൊരു കിട്ടി. നോക്ക് പൂവനെ കണ്ടപ്പോൾ ഈ പെണ്ണിന്റെ അത് പൂവനാണോ? ആണോ? പൂവൻ കുറച്ച് കലിപ്പാണല്ലോ. നോക്ക് നിക്കുന്നുണ്ടോ? ഈ കൊത്താൻ നോക്കണേ. കൈ നോക്കിക്കണോ? അതിനെ പേടിപ്പിക്കാൻ നോക്കുക. രോമം പോയിന്ന് പറഞ്ഞ അപ്പൂപ്പനാടിന്ന് കുരിച്ചോ? സ്കൈ കുടിച്ചിട്ട് വന്നിക്കുന്നതാണ് കേട്ടോ. കുരിച്ചു ഉപ്പായൊക്കെ ഇട്ട് തോർത്താണ് കേട്ടോ. അത് സ്കൈന് തോർത്താ അതുകൊണ്ട് ഇട്ടങ്ങനെ ഉടുപ്പ് കണ്ട്. അങ്ങനെയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സ്കൈ കുളി കഴിഞ്ഞിട്ട് പോകുന്ന പോക്ക്. കോമഡി ആയി പോയില്ലപ്പാ. പോയി ഉടുപ്പിട്ട് ചെല്ല്. നീ ചെല്ല് ചിണിക്കൊണ്ടിരിക്കാതെ. മമ്മി മൊയില് കൂട്ടാൻ പോകുന്ന പോലെ. ഞാൻ അപ്പ കൂട്ടുകാരെന്ന് പറയാൻ ഇവിടെ ചാടിക്കുന്നു പറഞ്ഞിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇല്ല. അങ്ങനെ നമ്മുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കമന്റ്. അതുപോലെ കൂട്ടുകാരെ, നമ്മള് വെഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് പൊന്നു നൈസിന് പുറത്ത് കൊണ്ടുപോകാന്നൊക്കെ ഓർത്തായിരുന്നു തന്നെ. പക്ഷെ കറക്റ്റ് ദിവസം കണ്ടോ വെഡിങ് ആനിവേഴ്സറി ഞാൻ അവന് പുറത്ത് കൊണ്ടുപോകണേ. അത് കഴിപ്പോ കിട്ടേനെ. ഇങ്ങനെ മൂക്കിലേക്ക് നോക്കിങ്ങനെ. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ എണീച്ചിട്ട് കാണാവേ. അങ്ങനെ കൂട്ടുകാരെ രാവിലെയായി കുഞ്ഞു കുളിച്ച് സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഹർത്താലാണ് കേട്ടോ. വയനാട്ടിൽ നല്ല ഹർത്താലാണ്. പക്ഷെ വണ്ടികളൊക്കെ ഓടുന്നുണ്ടേ. ഇപ്പൊ കാര്യം പൊക്കി നടക്കണേ. അപ്പൊ ഇന്നിവിടെ ഹർത്താലാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടി പോക്ക് ഒന്നുമില്ല. കടയും തുറന്നിട്ടില്ല. അപ്പം റോട്ടിലിറങ്ങി ക്രിക്കറ്റ് കളിച്ചാലോ? വണ്ടി പോകുന്നുണ്ടല്ലോ. ഈ ഹർത്താലൊക്കെ ആണെന്ന് പറഞ്ഞാലും ചെറിയ ആൾക്കാർക്ക് വണ്ടി പിടിച്ചിട്ട് പോകുന്നില്ലേ? അങ്ങനെയുള്ള ചിലരല്ല കേട്ടോ ആദ്യം പോകുന്നത്. നമുക്ക് നമ്മുടെ വെഡിങ് സ്റ്റോറി അറിയാലോ. അതെ, നമുക്ക് വെഡിങ്ങിന് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. വെഡിങ്ങിന് സ്റ്റോറി നിങ്ങൾ കാണാത്ത സ്റ്റോറിയാണ്. കാരണം നമ്മളപ്പോ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വെഡിങ്ങിന്റെ സമയത്തൊന്നും. അല്ലേ? അത് ചെരുപ്പട് എവിടുന്നാ നമ്മൾ തീരുമാനിച്ചെന്ന് പറയാം. നല്ല വെയിലാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് സ്റ്റോറി തുടങ്ങാം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഞാൻ വന്നു കഴിഞ്ഞ് 3ാമത്തെ ദിവസം എനിക്ക് വയ്യാതായിരുന്നു. പനിയൊക്കെ പിടിച്ചിട്ട്. പിന്നെ അങ്ങനെ തുടങ്ങി പനിന്ന് തുടങ്ങി വലിയ കാര്യങ്ങളിലെത്തി. പിന്നെ ഫുൾ കിടപ്പായിപ്പോയി. അവിടുന്ന് ഞാൻ പിച്ച് വെച്ച് എണീച്ച് വന്നപ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം ഞങ്ങൾ ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. മെഡിക്കൽ കോളേജുകൾ കയറി ഇറങ്ങുന്നു. അതെ, ഹണിമൂൺ ഫുള്ള് ഹോസ്പിറ്റലായിരുന്നു. ഓരോ ഹോസ്പിറ്റൽ കേട്ടോ. അതായത് നമ്മള് കാണിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ.
ഞാൻ വന്ന് ഒരു വർഷം എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ ഇങ്ങനെ പിച്ച് വെക്കാൻ പഠിപ്പിച്ചു. അതായത് നടക്കൂലായിരുന്നു ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ കിടപ്പായിരുന്നു. അതായത് ഫസ്റ്റ് കുളിപ്പിക്കുന്നതും എല്ലാം ചെയ്തു തരുന്നതും മമ്മി ഇച്ചയും കുഞ്ഞേച്ചിയും തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. പൊന്നുവിന് വന്നപ്പോൾ തന്നെ ഫസ്റ്റ് അത് വിട എന്തെങ്കിലും ആവട്ടെ, അത് പോയി സമാധാനായി. അപ്പൊ കൂട്ടുകാരെ അതൊക്കെ കഴിഞ്ഞു. അല്ല അത് പറഞ്ഞാലേ ഇങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരം കൂടി ആവുമല്ലോ. അത് ശരിയാണ്. എന്താ വെച്ചാല് 3-ാമത്തെ ദിവസം ഇച്ച ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇച്ചപ്പോ കൊച്ചിയില് എറണാകുളത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഇച്ച കൊച്ചിയിലേക്ക് പോയി, ഞാൻ ഇവിടെ തന്നെ കേട്ടോ. പെട്ടെന്ന് രാത്രി നോക്കുമ്പോ എനിക്കിങ്ങനെ പുറത്ത് ഭയങ്കര മഴയാണ്. സംഭവം പുറത്ത് മഴയായതാണ് എനിക്ക് തണുക്കുന്ന. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേറെ വലിയ കമ്പിലെടുത്ത് പോയിച്ചു. എന്നിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, എല്ലാം സംസാരിക്കാൻ പറ്റാണ്ട് ഫുള്ള് സീനായി പോയി. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി. പപ്പ വാരി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. പപ്പ ഫുള്ള് എടുത്തോണ്ട് നടക്കുന്നത്, എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുഴഞ്ഞായി പനി കൂടിയിട്ട്. പനി എന്നൊക്കെ ബമ്പം പനി. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് പുൽപ്പള്ളിയിൽ നിന്ന് നേരെ ബത്തേരി കൊണ്ടുപോകാൻ പറഞ്ഞ് ബത്തേരി കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ഇച്ച അവിടെ നിന്ന് വന്ന് അല്ല കുഞ്ഞാ, അന്നാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോണ്ട് ഗാൾ ബ്ലാഡർ സ്റ്റോണാന്ന് പറയുന്നത്. ഒരാഴ്ച കിടന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ടെസ്റ്റ് നടത്തിയത്. ഒരാഴ്ച നമ്മളവിടെ കടന്നു. കുഞ്ഞിനാണേലും ടെസ്റ്റും എല്ലാം അങ്ങനെ നോക്കുന്നുണ്ട്. ഫുൾ സീന്. അപ്പോഴാണ് അറിയുന്നത് ഗാൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് ഡോക്ടർ പറഞ്ഞു. കൂടി പോയിട്ട് അപ്പൊ നമുക്ക് അറിയത്തില്ല എന്താ ഗാൾ ബ്ലാഡർ, നമ്മൾ അതിനെ പറ്റി പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് അപ്പോൾ അറിയുന്നേ. അത് പിത്താശയല്ലേ, നമ്മുടെ ദഹനം കറക്റ്റാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പിത്താശയത്തിന് കല്ലായിരുന്നു. അപ്പം അത് കാരണം പൊന്നൂനാണെങ്കിൽ അനങ്ങാൻ പറ്റില്ല. കൂടിപ്പോയി. എനിക്ക് പിന്നെ പനി വന്നിട്ട് പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല. അതിനെന്തോ പേര് പറയാം, എന്തോ ഗാൾ ബ്ലാഡർ അറ്റാക്കോ അങ്ങനത്തെ പറയുമായിരുന്നല്ലോ. എന്തോ സംഭവം വന്നു പോയിട്ട് പെട്ടെന്ന് വന്നത് നമ്മൾ അറിഞ്ഞില്ലാണ്ട്. അത് നിറച്ചൊരു 4-5 കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഗാൾ ബ്ലാഡറിൽ വന്നിട്ട് ഈ എന്താ ഈ ബ്ലോക്ക് ആയി പോകും. അപ്പം അപ്പോഴാണ് പൊന്നു ഭയങ്കര പെയിന്, ഷോൾഡർ പെയിൻ ഭയങ്കരമായിട്ട് വരും. കാലും കയ്യൊന്നും അനക്കാൻ പറ്റത്തില്ല. അതെ, വിരൽ പോലും അനക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ തൊടുമ്പത്തേക്ക് ഞാനും കറിയും എന്നെ കുത്താൻ വരുന്ന നഴ്സുമാരും കറിയും ഇച്ചയും കറി ഇത് തന്നെയായിരുന്നു കേട്ടോ. ഒരു കൊല്ലം ഇങ്ങനെയായിരുന്നു. ഒരു കൊല്ലം വിഷമിക്കണ്ട. അങ്ങനെ കുറേ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങണം കേട്ടോ. നമ്മൾ കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളൊന്നുമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നെല്ലാം പറഞ്ഞത് സർജറി വേണം. ഒരു വർഷം മരുന്ന് കഴിച്ച് പിന്നെ അതിന്റെ സൈഡ് എഫക്റ്റ് കൂടുതലായിട്ട് വന്നു. അതായത് സർജറി ചെയ്യണം എല്ലായിടത്തും പറഞ്ഞു. സർജറി ചെയ്യാണ്ട് മാറത്തില്ല, പിത്താശയം ഗാൾ ബ്ലാഡർ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സർജറി ചെയ്യാൻ വേണ്ടി പ്ലാനിട്ട് സർജറി ചെയ്യാൻ വേണ്ടി പോയി. ചെന്നപ്പം ആണ് സർജറി ഇപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതായത് അതെന്തോ വല്ലാണ്ട് നീർക്കെട്ട് ഒക്കെ ആയിരിക്കായിരുന്നു. അങ്ങനെ വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം കഴിക്കരുത്, ട്രിപ്പ് മാത്രം. 1 മാസം ഞാൻ ട്രിപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞു കൂട്ടുകാരെ. എനിക്ക് വെള്ളം കുടിക്കാൻ തൊണ്ടയ്ക്ക് ഇങ്ങനെ വരണ്ടിട്ട് ഞാൻ ഇച്ചനോട് ചോദിക്കാം. അപ്പൊ ഇച്ച അടപ്പിലൊരു ഇത്തിരി ആക്കിയിട്ട് ഇങ്ങനെ ഉറ്റിച്ചൊക്കെ തന്നത് ഓർക്കുന്നുണ്ടോ നീ? വല്ലാത്ത ഭയങ്കര പത്തറ്റിക്. നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഭയങ്കര പത്തറ്റിക് കണ്ടീഷൻ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, അനുഭവിച്ച ഞങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെയായിരുന്നു. ഒരു പച്ചമരുന്ന് കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ, ഒറ്റമൂലി കൊടുക്കുന്നത് ഇതിന്റെ. അപ്പോൾ ഒറ്റമൂലി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാം റെഡി ആയി കിട്ടോ. പൈസ 1 ലക്ഷം രൂപയാവും ഓപ്പറേഷൻ ചെയ്യുന്നതിന് എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചമരുന്നിൻ്റെത് പപ്പേൻ്റെ ഒരു ഫ്രണ്ട് വഴി നമ്മൾ അറിഞ്ഞ്. അങ്ങനെ അത് പോയി കഴിച്ചു. അതിരാവിലെ 5 മണിക്ക് പോയിട്ട് പച്ചമരുന്ന് ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു അത് കുടിച്ചു. അത് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ സംഭവം പോയിട്ട് തന്നെ പോയി. അത് ഭയങ്കര ഒരു ലക്കായിരുന്നു ശരിക്കും പറഞ്ഞാല്. അത് അങ്ങനെ പോയി. പിന്നെ നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കൽപ്പറ്റ കാണിച്ചു അല്ലേ, വേറൊരു ഡോക്ടറിനെ കാണിച്ചു. അപ്പൊ അവിടുന്ന് മരുന്നൊക്കെ തന്ന് മെല്ലെ ഓക്കെ ആക്കി. പിന്നെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ കുറേ ആയി. അതൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയാണ് കുടൽ നീർക്കെട്ട് വന്നത്. പിന്നെ ഒരു സാധനം കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതായത് ഒരു 1.5 കൊല്ലം ശരിക്കും നീണ്ടങ്ങ് പോയി. ഫുള്ള് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായി പോയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നത്. അതായത് ഞാൻ UK പോകാനൊക്കെ ടൈമായപ്പം
പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുത്തു. UK പോകുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ രജിസ്റ്റർ ചെയ്തെങ്കിലും താലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ നേരേക്ക് പോയി. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്താ ചേച്ചി ഇപ്പോൾ UK പോവുകയാണെങ്കിൽ എനിക്കൊരു താലി വേണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് നമുക്ക് നാളെ കല്യാണം കഴിച്ചാലോ ചോദിച്ചാ എന്നോട് ചോദിക്കുന്നത്, അന്ന് നാളെ കല്യാണം കഴിച്ചാലോ എന്ന്. എന്നാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കല്യാണം കഴിച്ചാൽ വലിയ ആഘോഷമൊന്നും വേണ്ട, നമ്മൾ പപ്പയും മമ്മിയും നമ്മൾ മാത്രം പോകുന്നു, പള്ളിയിൽ നിന്ന് താലി കിട്ടുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് കൊറോണ കോവിഡ് സമയമൊക്കെ ആയിരുന്നു കേട്ടോ ആ ടൈം. ഞങ്ങൾ ഇങ്ങനെ പറമ്പിൽ കയറി വന്നിട്ട് ഇത് സംസാരിക്കുന്നത് ഫെബ്രുവരി 6, 2021 ഫെബ്രുവരി 6 ഞങ്ങൾ ഇങ്ങനെ പറമ്പിൽ കയറി വന്ന് ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചു. അപ്പോൾ ഓർത്ത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് ചെറിയൊരു നമ്മൾ മാത്രമുള്ളൊരു ഫങ്ഷൻ ആക്കാം, അളിയനെ വിളിക്കുക, അളിയന് ലീവ് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അളിയന് ലീവ് കിട്ടത്തില്ല. അപ്പോൾ പപ്പേനോട് കാര്യം സംസാരിച്ചു. പപ്പേനോട് സംസാരിച്ച് പപ്പ പറഞ്ഞു എന്നാൽ കല്യാണം കഴിച്ചേക്കാം, എന്നാൽ കെട്ടിക്കാം നിങ്ങളെ, എന്നാൽ പള്ളിയിൽ പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. പപ്പ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പപ്പ പള്ളിയിൽ പോയി. പള്ളിയിൽ പോയാൽ ലീഗലി ഞാൻ ഹിന്ദുവും ഇച്ച ക്രിസ്ത്യാനും ആയിട്ടാണ് തന്നെയാണ് നിലവിൽ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് പള്ളിയിൽ നിന്ന് കെട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും മാമോദീസ മുങ്ങണം സ്വീകരിക്കണം എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ പപ്പ ചോദിച്ചു അങ്ങനെയാണെങ്കിലോ എന്ന് ചോദിച്ചു, എന്താണ് എൻ്റെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിക്കുന്ന എന്നെ കയ്യിലെടുക്കുന്നു ഇങ്ങനെ നല്ല രസമല്ലേ കൊഞ്ചിക്കുന്നു. അല്ല അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരാഗ്രഹം എന്താ പറയുക, എന്താ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാരേജ് കോഴ്സ് കൂടാൻ വേണ്ടി 8-ാം തീയതി പിന്നെ സാധാരണ കല്യാണം നടക്കുന്ന പോലെ പെട്ടെന്ന്, അതായത് ഒരു 5-6 ദിവസം കൊണ്ട് പെട്ടെന്ന് പടയെന്ന് പരിപാടികളെല്ലാം തീർത്തു കേട്ടോ. ഇന്നത്തെ എൻ്റെ പൊന്നു കൂട്ടുകാരെ നിങ്ങൾ കേൾക്കണം ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നു. ഞങ്ങൾ വെറും പപ്പ മമ്മി ഞങ്ങൾ മാത്രമായിട്ട് നടത്തണം എന്ന് വിചാരിച്ച കല്യാണം ഉണ്ടല്ലോ, മാക്സിമം കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ പരിപാടി നടത്തി. കല്യാണം അങ്ങനെ പെട്ടെന്ന് ഗ്രാൻഡ് പരിപാടിയായിരുന്നു കേട്ടോ. മാമോദീസ, മധുരം വെപ്പ്, പിന്നെ കല്യാണം, അതായത് ഇന്ന് കെട്ട് കല്യാണം, നാളെ റിസപ്ഷൻ, അങ്ങനെ എത്ര 4-5 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ കല്യാണം എന്ന് പറയുന്നത്. ഫെബ്രുവരി 13-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വെഡിങ്, കല്യാണം കഴിച്ചത് പള്ളിയിൽ നിന്ന്. അതുപോലെ തന്നെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേന്റെ അന്നായിരുന്നു നമ്മുടെ റിസപ്ഷൻ കേട്ടോ. അന്ന് കോട്ട് സൂട്ട് കിട്ടി ഓർക്കുന്നുണ്ടോ? അളിയൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ കെട്ടിന്റെ അന്ന്. അത് കഴിഞ്ഞിട്ട് 14-ാം തീയതിയാണ് അളിയൻ വന്നത്. അപ്പൊ അളിയന് വേണ്ടി നമ്മൾ റിസപ്ഷൻ എന്ത് ചെയ്തു, എന്താ വാലന്റൈൻസ് ഡേന്റെ അന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അടിപൊളി ഭയങ്കര ഗ്രാൻഡ് പരിപാടിയാക്കി. പിന്നെ നോക്കുമ്പോ അതായത് ഗ്രാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടത്തിയെന്ന് വെച്ചില്ല, അല്ല അങ്ങനെയല്ല, നമ്മള് കുറച്ച് ചെറിയ ചെറിയ സംഭവം വെച്ചിട്ടാണെങ്കിൽ നമ്മളത് അല്ല ഹാപ്പി ആയിട്ട് നടത്തി, അങ്ങനെയാണ്. അല്ലാണ്ട് ഭയങ്കര ഗ്രാൻഡ് എന്ന് വെച്ചാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് നടത്തിയത്. അങ്ങനത്തെ ഗ്രാൻഡ് അല്ല. ശരിക്കും ഭയങ്കര ഗ്രാൻഡ് പരിപാടിയല്ല. നീ ഓർത്ത 5 ദിവസത്തെ കല്യാണം പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെ എത്ര പന്തല്, നിറയെ ലൈറ്റ്, കുറെ ആൾക്കാര്, പാട്ട്, എനിക്ക് ഭയങ്കര ഗ്രാൻഡായി തോന്നി കേട്ടോ. നമ്മുടെ കല്യാണം ഫെബ്രുവരിയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലല്ലേ, ഒക്ടോബറിലാ ഇച്ച പോയത്, ഒക്ടോബറിൽ ഇച്ച പോയി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട്, അതായത് ഫെബ്രുവരി 9-ാം തീയതിയാണ് ഞാൻ UK പോകുന്നത്. ഫെബ്രുവരി 13-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഉള്ളൂ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം എനിക്കും പനി, കോവിഡ്. എന്റെ പൊന്നേ അനങ്ങാൻ വയ്യ. ഓർക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ UK സ്റ്റോറിയിൽ പറയാം. ഒരു ദിവസം നമ്മൾ UK സ്റ്റോറി പറയാം കേട്ടോ, കുറെ ഉണ്ട് പറയാന്. എന്നിട്ട് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അവിടെയായിരുന്നു. അപ്പത്തേക്ക് ഞാൻ വന്നിട്ട് 2 വർഷം ആയിരുന്നു. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയപ്പോൾ 2 വർഷം ആയിരുന്നു വന്നിട്ട്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു വെഡിങ് ആനിവേഴ്സറിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ഹർത്താലൊക്കെ ആയിപ്പോയി, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും. ഒരാഴ്ച കൊണ്ട് നടത്തിയ കല്യാണമായിരുന്നു കേട്ടോ കൂട്ടുകാരെ. ഇത് ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ റിസപ്ഷൻ. ഈ ഓഡിറ്റോറിയം, ഇത് ഓഡിറ്റോറിയം ആണ് കേട്ടോ. അവിടെ ഓഡിറ്റോറിയത്തിന്റെ റൂഫാണിത്. നിറയെ ഉണ്ടായിരുന്നു ഇതെന്തായിരുന്നു, റബ്ബർ തോട്ടമൊക്കെ തോട്ടത്തായിരുന്നു കേട്ടോ. അതിനായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ. പിന്നെ താഴത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഫോട്ടോഷൂട്ട്. രസമായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു ശരിക്കും. എന്നിട്ട് നീ കല്യാണം അടിപൊളി അല്ലായിരുന്നു എന്ന് പറഞ്ഞത് എന്താ? അങ്ങനെയല്ല, ഗ്രാൻഡ് അല്ലായിരുന്നു കേട്ടോ. എനിക്ക് സൂപ്പറായിരുന്നു, യമ്മി ഫുഡായിരുന്നു. അത് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നത്
നമുക്ക് കല്യാണം കഴിക്കാതെ കുഞ്ഞാ. എന്നാണ് കല്യാണം കഴിച്ചിട്ട് വാക്കായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനം എടുത്ത് കല്യാണം കഴിക്കാൻ വീട്ടിലേക്ക് പോകുന്നത്. എന്താ പറയാ, എല്ലാത്തിനും വീട്ടിൽ സത്യം സപ്പോർട്ടായത് കാരണം നമുക്ക് അങ്ങനെ ഒരു അല്ലേ പെട്ടെന്ന് കല്യാണം കഴിക്കൂ. പെട്ടെന്ന് കല്യാണം കഴിച്ചു, പെട്ടെന്ന് കൊച്ചുണ്ടായി. പെട്ടെന്ന് കൊച്ചുണ്ടായി, 2 വർഷം കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായി. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ, നമ്മുടെ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ബേബി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെച്ചു ഓക്കെ നിങ്ങൾ റെഡി. അങ്ങനെയാണ് സ്കൈ ഉണ്ടായതും സ്കൈ ഉണ്ടായത് കേട്ടോ. അങ്ങനെയാണ് ഓക്കെ പൊന്മണി ചാനലിന്റെ ഉത്ഭവം ഉണ്ടായതും കേട്ടോ. എനിക്ക് ഓർമ്മ വയ്യ. എന്താ എന്നാ വയറ്റിലോ? വഴക്കിലായിരുന്നോ? കടുവയോ? കടുവിനെ അടിക്കാൻ പോവാണ് ഇവർക്ക് വിളിച്ചിട്ട്. കടുവിനെ കാണിച്ചു കൊടുക്കാൻ പോവാ. കൊണ്ടുപോവല്ലേ? കൈയാണ് വീഡിയോ എടുക്കുന്നേ. കൈ ഇങ്ങോട്ടോട്ട്.